ഞാൻ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ അത്രയും പൈസ മുടക്കി ട്രാവൽ ചെയ്യുന്നതാണ് എന്നോർത്തുകൊണ്ട് മാക്സിമം കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ചിലപ്പോൾ ഒരു സമയത്ത് ഭക്ഷണം പോലും സ്കിപ്പ് ചെയ്ത് നിന്നിരിക്കും. അപ്പോൾ അങ്ങനെ എന്നെ പോലുള്ളൊരു വ്യക്തി, ഞാൻ തന്നെയാണെന്നിരിക്കട്ടെ, ഞാനിപ്പോൾ നിങ്ങളുടെ സ്ഥാപനത്തിൽ ഡോക്ടറെ തേടി വരികയാണ്. എനിക്ക് പ്രശ്നങ്ങളുണ്ട്. അതായത് എനിക്കിപ്പോൾ ഉള്ള പ്രശ്നങ്ങൾ എന്ന് പറയാനായിട്ട് ഇപ്പോൾ എന്താ, എനിക്കിപ്പോൾ ഇച്ചിരി വെയിറ്റ് ഉണ്ട്, ഇച്ചിരി വയറുണ്ട്, കൂർക്കം വലിയുണ്ട്, പിന്നെന്താണ് ഡയബറ്റിക് ആണെന്ന് വെച്ചാൽ ഡയബറ്റിക് ഇല്ല. എനിക്ക് ഫാറ്റി ലിവർ ഉണ്ടായിരുന്നു, ഞാനത് റിവേഴ്സ് ചെയ്തതാണ്. ഗ്രേഡ് 2 ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ലാസ്റ്റ് ടൈം നോക്കിയപ്പം ഫാറ്റി ലിവർ നോർമലായിരുന്നു. ഇപ്പം എന്താ അവസ്ഥ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അങ്ങനെ ചില സമയത്ത് ഗ്യാസ്ട്രിക് പ്രോബ്ലം വരും. അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് എനിക്കുള്ളത്. വലിയ കോംപ്ലിക്കേറ്റഡ് പ്രശ്നങ്ങളൊന്നും ഇല്ല, എന്തൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്. അപ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ ഫസ്റ്റ് സമീപനം? മൊത്തത്തിൽ സുഹിത്തേൻ്റെ ആണെങ്കിലും ഇപ്പോൾ ഈ ലൈഫ് സ്റ്റൈൽ സുഹിത്തേന് തന്നെ അറിയാവുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതായത് ഞാൻ ഇന്ന കാര്യങ്ങളാണ് മിസ്റ്റേക്സ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്താലാണ് എനിക്ക് കുറച്ചുകൂടി നന്നായിട്ട് പോകാൻ പറ്റുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഹോൾ ബോഡിയെ നമ്മൾ ടേക്ക് കെയർ ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളെപ്പോഴും പറയുന്നത് രോഗങ്ങളെ അല്ല ചികിത്സിക്കേണ്ടത് എന്ന് വിശ്വസിക്കുന്നുണ്ട്. ആ ശരീരത്തെയാണ് നമ്മൾ ടേക്ക് കെയർ ചെയ്യേണ്ടത്. മുട്ടുവേദന എന്നുള്ളതിനെ ചികിത്സിക്കാൻ പോയാൽ മുട്ട് മാത്രം നോക്കിയാൽ മതി. പക്ഷെ ശരീരം മുഴുവൻ നോക്കുമ്പോൾ മുട്ടുവേദന അവിടെ നിന്ന് പോകണമല്ലോ എന്നുള്ളത് പോലെ തന്നെയാണ് ഒരു ഹോൾ ബോഡിയെ നമ്മൾ ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ സുഹിത്തേനെ സമയം ഒരു കോംപ്ലിക്കേറ്റഡ് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ല, എനിക്ക് കൂടുതൽ പ്രശ്നങ്ങളില്ല എങ്കിൽ യു നീഡ് എ ഡീടോക്സിഫിക്കേഷൻ. ഒരു റിലാക്സേഷൻ നിങ്ങളുടെ ആവശ്യമാണ്. നിങ്ങൾക്കും എനിക്കും അറിയാം നമ്മളുടെ ശരീരത്തിൽ കുറേ ആവശ്യമില്ലാത്ത സാധനങ്ങൾ എവിടേക്കോ അക്കുമുലേറ്റ് ചെയ്ത് കിടപ്പുണ്ട് എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ട്. അത് ഭക്ഷണത്തിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് വെയിറ്റ് കൂടി ആയിരിക്കാം, പല രീതിയിലാണ്, സ്ട്രെസ്ഡ് ആയിരിക്കാം. അപ്പോൾ ഈ അവസ്ഥയിൽ വരുമ്പോഴാണ് നമുക്കൊരു സർവീസ് നമ്മുടെയൊക്കെ ശരീരത്തിന് ആവശ്യമാണ്, അല്ലേ? നമ്മുടെ വണ്ടിക്ക് ഒരു വർഷത്തിലൊരു സർവീസ് എന്നുള്ള പോലെ നമ്മളുടെ ശരീരത്തിനൊരു സർവീസ് ആവശ്യമാണ്. ആ സർവീസാണ് നമ്മൾ പലപ്പോഴും ആളുകളോട് എൻഷുർ ചെയ്യുന്നത്. യു എക്സ്പീരിയൻസ്. അപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടാത്ത കുറേ സാധനങ്ങൾ ഇറങ്ങിപ്പോകുന്ന പോലെ 2-3 ദിവസം കഴിയുമ്പോൾ അനുഭവിക്കാൻ പറ്റും. വാട്ട് ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ നീഡഡ് ഫോർ യുവർ ബോഡി. ബേസിക്കലി അതിനാണ് ഈ ഡീടോക്സിഫിക്കേഷനോ റിജുവിനേറ്റിംഗ് എന്നൊക്കെ പറയാം. അതിനെല്ലാം അപ്പുറം നമ്മുടെ ശരീരത്തിൽ നമ്മൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ നമ്മളുടെ കൂടെ കൂട്ടിയ കുറേയധികം ടോക്സിൻസിനെ റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് കളയുക എന്നുള്ളതാണ് ആത്മയിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുക. അതുകൊണ്ടാണ് യു വിൽ ഫീൽ റിഫ്രഷ്ഡ്, യു വിൽ ഫീൽ ലൈറ്റ്. ചിലപ്പോൾ ഈ 10 ദിവസം കൊണ്ട് 10 കിലോ കുറഞ്ഞവരും 3 കിലോ കുറഞ്ഞവരും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ട്. ഞാൻ എപ്പോഴും പറയുന്നത് വെയിങ് മെഷീനിലെ വെയിറ്റിനപ്പുറം യു ക്യാൻ ഫീൽ ലൈറ്റ്. മനസ്സിലായില്ലേ? ഇപ്പോൾ വെയിറ്റ് ലോസ് ജേർണി, ഇപ്പോൾ സുഹിത്തേനൊക്കെ വെയിറ്റ് കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ഇടയ്ക്ക് സംഭവിക്കുന്നുണ്ട്. പക്ഷേ വെയിറ്റ് കുറയ്ക്കുകയും കൂട്ടുന്നതിനൊക്കെ അപ്പുറം വെയിങ് മെഷീനപ്പുറം നിങ്ങൾ ലൈറ്റായിട്ട് ഫീൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ഹാപ്പി ഉണ്ടാവുന്നത്, അല്ലേ? അല്ലാതെ വെയിങ് മെഷീനിൽ 10 കിലോ കുറഞ്ഞപ്പോൾ ലൈറ്റായിട്ട് ഫീൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ മനസ്സിനൊന്നും അഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പം ലൈറ്റ് ഫീലിംഗ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയ ഉറപ്പ് എന്നുള്ളത്. കാരണം ആ ഒരു ലൈറ്റ് ഫീലിംഗ് അത്ര എളുപ്പമല്ല കിട്ടാൻ. പക്ഷേ ആ ലൈറ്റ് ഫീലിംഗ് കിട്ടും നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കംഫർട്ട് സോൺ, അത് വളരെ വലുതാണ്. സോ അതാണ് പലപ്പോഴും ആത്മയിൽ ഇപ്പം സെലിബ്രിറ്റീസ് ആണെങ്കിലും ബിസിനസ്സുകാരൊക്കെ ആണെങ്കിലും നമ്മൾ അവരോട് കൊടുക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് അനുഭവിച്ച് പോകാൻ പറ്റുന്ന ഒരു ഉറപ്പ് എന്നുള്ളത് ആ ലൈറ്റ് ഫീലിംഗ് ആണ്, ആ ഒരു റിഫ്രഷ്ഡ് ഫീലിംഗ് ആണ്. പക്ഷെ അതിനുവേണ്ടി സമയം കണ്ടെത്തണം. അതാണ് തീർച്ചയായിട്ടും കണ്ടെത്തണം. അത് എന്താണെന്നറിയോ, ഞാൻ എല്ലാവരും പറയുന്ന ഉദാഹരണമാണ്. ഇപ്പോൾ നമുക്ക് നമ്മളുടെ കാറിനോടൊക്കെ ഭയങ്കര സ്നേഹമാണല്ലോ. കാറിൻ്റെ സർവീസ് ഡ്യൂ ആയാൽ എന്ത് വന്നാലും നമ്മൾ സർവീസ് ചെയ്യാൻ പോകാറുണ്ട്. അതിനേക്കാളൊക്കെ കുറച്ചുകൂടി ഒന്ന് സ്നേഹിക്കുക. കാറ് പോയാൽ വേറെ ഒരെണ്ണം മേടിക്കാൻ പറ്റും. ഇത് നമ്മുടെ ശരീരമാണ്. ഇത് നമ്മുടെ ശരീരത്തിന് വർഷത്തിൽ ഒരു 1 വീക്ക് അല്ലെങ്കിൽ ഒരു വർഷത്തിൽ 10 ഡേയ്സ് എന്നുള്ളത്, ഇത് മുമ്പോട്ട് പോകാൻ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ശക്തി തരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 10 ദിവസങ്ങളാണ്. ഒരു രോഗം ട്രീറ്റ് ചെയ്യുന്നതാണോ എളുപ്പം, ഒരാളുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുന്നതാണോ എളുപ്പം എപ്പോഴും രോഗം ട്രീറ്റ് ചെയ്യുന്നതാണ്. പക്ഷേ നമ്മൾ ചെയ്യുന്നതും കൂടുതൽ നിങ്ങൾക്ക് ഗുണമുള്ളത് എപ്പോഴും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനാണ്. കാരണം രോഗങ്ങൾ ട്രീറ്റ് ചെയ്താൽ വീണ്ടും വരാമല്ലോ. പക്ഷേ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനാണ് പല രോഗങ്ങൾക്കുള്ള ഒരു സൊല്യൂഷൻ. അപകടം ഉണ്ടാവാതെ നോക്കുക എന്നുള്ളതാണ് വലിയ കാര്യം. അപകടം ഉണ്ടായി കഴിഞ്ഞാൽ വണ്ടി റിപ്പയർ ചെയ്തെടുക്കാം. അപ്പം മര്യാദയ്ക്ക് ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് പോവുക എന്നുള്ളതാണ്. ഹെൽമെറ്റ് ഇടാതെ പോയാൽ തല പൊട്ടിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ അപ്പോൾ ഹെൽമെറ്റ് കൊണ്ട് പോയാൽ ഒരു പക്ഷേ അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഈ രോഗങ്ങൾ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ എളുപ്പമാണ് എന്നല്ല ഞാൻ പറയുന്നത്. അത് കുറച്ചുകൂടി നമുക്ക് ഈസിയാണ്. നമുക്കൊരു കാര്യം പറയുന്നു, ഇപ്പോൾ ഫാറ്റി ലിവർ ആണെന്ന് പറയുന്നു, ഫാറ്റി ലിവർ മാത്രമുള്ള മരുന്ന് തരുന്നു, അതല്ല. അപ്പോൾ അതിനപ്പുറം നിങ്ങൾക്ക് എന്തുകൊണ്ടാണത് വന്നതെന്നും നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വഴി അതിനെ റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ പറ്റും. ഇപ്പോൾ വെയിറ്റ് കൂടുന്നു അല്ലെങ്കിൽ ഓവർ വെയിറ്റ് എന്നുള്ളൊരു പ്രശ്നമാണ് എന്നുണ്ടെങ്കിൽ ഓവർ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളത് അത്ര പ്രശ്നമുള്ള കാര്യമല്ല.
കുറച്ച് ഒരാളുടെ വെയിറ്റ് കുറയ്ക്കുകയും പിന്നീട് ആ വെയിറ്റ് കൂടാതിരിക്കുകയും ചെയ്യുന്നതാണ് ചലഞ്ചിങ്. അതെ. അല്ലേ? ഞാനൊരു കാര്യം ചെയ്തു, എൻ്റെ വെയിറ്റ് കുറഞ്ഞു എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പക്ഷേ എൻ്റെ വെയിറ്റ് കുറഞ്ഞു പിന്നീട് വെയിറ്റ് കൂടിയിട്ടില്ല എന്നുള്ളതാണ്. അതെങ്ങനെയാണ്? അതിനാണ് ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വരുന്നത്. നമുക്ക് ഇന്ന് വരെ പഠിച്ച അല്ലെങ്കിൽ നമ്മൾ വിശ്വസിച്ചിരുന്ന കുറേ കാര്യങ്ങളെ നമ്മൾ തിരിച്ച് ചോദിക്കേണ്ട ചോദ്യമാണ്. ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് വെയിറ്റ് കുറയ്ക്കേണ്ടത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആണോ? ഭക്ഷണം സ്കിപ്പ് ചെയ്തുകൊണ്ടല്ല. പക്ഷേ 100% ഫാസ്റ്റിംഗ് നല്ലതാണ്. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് 2016 നോബൽ പ്രൈസ് കിട്ടിയ ഒരു ടെക്നിക്കാണ്. സോ ഫാസ്റ്റിങ്ങിൽ ഞാൻ 100% വിശ്വസിക്കുന്നത്. പക്ഷേ ഫാസ്റ്റിങ്ങിൻ്റെ കുഴപ്പം എങ്ങനെയാണ് ഫാസ്റ്റിംഗ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ബേസിക് ബോധമില്ലാതെയാണ് നമ്മളിൽ 90% ആൾക്കാർ ഫാസ്റ്റിംഗ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് നിങ്ങൾക്ക് എടുക്കാം. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്താണ്? 2 നേരം നമ്മൾ ആഹാരം കഴിക്കുന്നു എന്നുള്ളതാണ്. ഡിന്നർ ടു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഗ്യാപ്പ് നമ്മൾ 12 മുതൽ 16 മണിക്കൂർ ഗ്യാപ്പ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്. ആ സമയത്ത് ഈ പറയുന്ന ഒരു 8 മണിക്കൂർ അല്ലെങ്കിൽ 6 മണിക്കൂറിൽ എന്ത് ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആ ഭക്ഷണത്തിന് ടൈം ഗ്യാപ്പ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇനി ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ലോങ് ടൈം പ്രാക്ടീസ് ചെയ്തു, വെൻ യു ആർ കമ്മിങ് ബാക്ക് ടു യുവർ നോർമൽ ഫുഡ് റൊട്ടീൻ, ഹൗ യു ആർ കമ്മിങ് ബാക്ക് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഫാസ്റ്റിങ്ങിൻ്റെ മാജിക്ക് കിടക്കുന്നത് ഫാസ്റ്റിംഗ് നമ്മൾ ചെയ്യുന്ന സമയങ്ങൾ കൂടുതൽ ഫാസ്റ്റിങ്ങിലേക്ക് ഇന്നാവുകയും ഫാസ്റ്റിങ്ങിൽ നിന്ന് എക്സിറ്റ് ആവുന്ന ടൈമിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന നമ്മുടെ ഫുഡ് ഹാബിറ്റിലാണ്. നമ്മൾ പ്രോപ്പറായിട്ട് തലേ ദിവസം വരെ ചിക്കൻ ബിരിയാണിയും ചിക്കൻ റോസ്റ്റും രാത്രി 12 മണി വരെ കഴിച്ചിട്ട് നാളെ തൊട്ട് ഞാൻ പട്ടിണി കിടക്കുമെന്ന് തീരുമാനിക്കുന്നത് ഫാസ്റ്റിങ്ങേ അല്ല. ഫാസ്റ്റിങ്ങിനൊരു പ്രിപ്പറേഷനുണ്ട്. നമ്മുടെ ബോഡിയെ നമ്മളിപ്പോൾ ഒരു ജ്യൂസ് ഫാസ്റ്റിങ്ങിലേക്കാണ് പോകുന്നതെങ്കിൽ നമ്മൾ ആദ്യം ബോയിൽഡ് ഡയറ്റിലേക്ക് പോവുകയും പിന്നീട് റോ ഡയറ്റിലേക്ക് പോവുകയും പിന്നീട് ജ്യൂസ് ഡയറ്റിലേക്ക് പോവുകയും പിന്നീട് തിരിച്ചു വരുമ്പോൾ അങ്ങനെ തന്നെ വന്നാൽ നമ്മുടെ ശരീരത്തിന് അണ്ടർസ്റ്റാൻഡബിളാണ് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നു എന്നുള്ളത്. അതുകൊണ്ട് ഫാസ്റ്റിങ്ങിൽ 100% വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഫാസ്റ്റിംഗ് ചെയ്യേണ്ട രീതിയിൽ ചെയ്താൽ മാജിക്കൽ റിസൾട്ടും ഫാസ്റ്റിംഗ് സ്വന്തം ഇഷ്ടത്തിന് തോന്നിയതുപോലെ ചെയ്താൽ നമുക്ക് ശരീരത്തിന് നൽകാൻ പറ്റുന്ന ഏറ്റവും മോശമായൊരു കാര്യവുമാണ് ഫാസ്റ്റിംഗ്.